വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു DIY സ്റ്റോറേജ് ബോക്സാണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ വെച്ചേക്കണം ഇങ്ങനത്തെ പഴയ ബോക്സുകളിലാണ്. ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതല്ല, ഇവിടെ ഉണ്ടായിരുന്ന പഴയ ബോക്സുകളിലൊക്കെ വെച്ചേക്കണം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഇതിന് എന്താ പറയുക, ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു ലുക്കാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റിന് ആവശ്യമുള്ള സാധനം ഐസ്ക്രീം സ്റ്റിക്കാണ് മെയിനായിട്ട്. ഏത് സൈസിലായാലും കുഴപ്പമില്ല, ജംബോ സ്റ്റിക്കായാലും സാധാ നോർമൽ ഐസ്ക്രീം സ്റ്റിക്കായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റിക്കിൻ്റെ ഈ എൻഡ് നമ്മൾ മുറിച്ച് കളയണം. അല്ലെങ്കിൽ ഇത് ഐസ്ക്രീം സ്റ്റിക്ക് പോലെ ഇരിക്കില്ല, പിന്നെ ഇതിൻ്റെ ഇടയിൽ സ്പേസ് വരും ഒട്ടിക്കുമ്പോൾ. അപ്പോൾ നമ്മളിത് ഈ എൻഡ് രണ്ടെണ്ണം മുറിച്ച് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു വുഡൻ പീസ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഇതിനാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് മുറിക്കാം. അപ്പോൾ നമ്മളിത് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂർച്ചയുള്ള കത്രി എടുക്കുക, എന്നിട്ട് എൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വരും. നമുക്കിപ്പോൾ ഇത് ഒട്ടിക്കാനുള്ളതുകൊണ്ട് ഇതിൻ്റെ സൈഡ് സാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഇപ്പോഴത്തെ തന്നെ അടുത്ത പീസ് വരുമല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് കിട്ടും. അതേപോലെ നമുക്കിതെല്ലാം ഇങ്ങനെ വെട്ടിയെടുക്കാം. അതായത് ആ കേർവായിട്ടുള്ള എൻഡ് മുറിച്ച് കളഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഒരു 5 പാക്കറ്റോളം ഐസ്ക്രീം സ്റ്റിക്സ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര ആവശ്യം വരുമെന്ന് അറിയില്ല, ഇരുന്ന് മുറിച്ചപ്പോൾ എല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചതാണ്. നമ്മളിനി ഇത് സ്റ്റെയിൻ ചെയ്യാൻ പോവാണ്. അതായത് ഒരു ബോക്സിൽ ഞാൻ സ്റ്റെയിൻ ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണ ഈ വുഡ് സ്റ്റെയിനാണ്, ഇതിൻ്റെ ടീക്കിൻ്റെ ഷെയ്ഡിലുള്ള വുഡ് സ്റ്റെയിനാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സ്പോഞ്ചിലേക്ക് ആക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളറ് സ്റ്റെയിനാണ്. ഇങ്ങനെ നമുക്ക് ആ ഒരു ബോക്സിലേക്ക് വേണ്ടത്ര സ്റ്റിക്സ് സ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം. ഇവിടെ കുറേ എണ്ണം സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സാണ് ഞാൻ ഈ സ്റ്റെയിൻ ചെയ്തത് വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചാൽ. മറ്റേ ബോക്സിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യാത്തതും വെച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഈ ബോക്സിൽ ഈ ടോപ്പ് പോർഷനിലില്ല, കാരണം അവിടെ വേറൊരു ക്ലോത്തിൻ്റെ പീസ് വരും. ഇവിടെ അതിൻ്റെ അടിയിൽ തുടങ്ങിയിട്ട് നമുക്കിവിടെ മൊത്തം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു ഭാഗം മാത്രമേ സ്റ്റെയിൻ ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മളിത് ഒട്ടിക്കണ ഭാഗം. പിന്നെ ഇത് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് സ്റ്റെയിൻ ഇങ്ങനെ എല്ലാം പ്രോപ്പറായിരിക്കണം എന്നില്ല. ഇനി നമുക്ക് സാധാ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെയിൻ ചെയ്ത ഐസ്ക്രീം സ്റ്റിക്ക് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഭയങ്കര നീറ്റ് ലുക്കല്ല, കുറേ ഇങ്ങനെ മരക്കഷ്ണങ്ങൾ കുറേ ആണിയൊക്കെ അടിച്ച് വെക്കൂലേ നമ്മളൊരു സ്ഥലത്ത്, എന്തെങ്കിലും പാച്ചപ്പ് ചെയ്യില്ല, ആ ഒരു ഫീൽ, ആ ഒരു എന്താ പറയുക, ആ ഒരു ടെക്സ്ചറാണ്
കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ ഓഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അടുത്തത് ചെയ്തു തുടങ്ങി. അത് നമ്മൾ സ്റ്റെയിൻ ചെയ്യാത്ത സ്റ്റിക്സ് വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് കാർഡ്ബോർഡ് ബോക്സ് സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ച്. നമ്മൾ ആദ്യം ഇങ്ങനെ എല്ലാം ഒരേ പാറ്റേണിൽ ഒട്ടിക്കാതിരിക്കുക. അതായത് ഒരു വലിയ പീസാണ് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചെറിയ പീസ്, പിന്നെ ഒരു വലിയ പീസ്, അതിൻ്റെ അടിയിൽ വെക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വെക്കുക. മനസ്സിലായില്ല? ആ ഒരു ബ്രിക്കിൻ്റെ പോലെ വെക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച് കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും. മാക്സിമം സ്പേസ് ഇല്ലാതെ വെക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്പേസ് വരണ പോർഷനിൽ മാത്രം വേറൊരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ആ സ്പേസ് വരണ അനുസരിച്ചിട്ട് അത് ആ സൈസിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഒട്ടിക്കുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു ലുക്ക് വരുള്ളൂ. ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നൂലും ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ പറിച്ച് കളയുക. പിന്നെ കട്ടയായിട്ട് നൂലിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ട് അതൊന്ന് ഇതാക്കി കൊടുക്കുക, അതൊരു വൃത്തിയേട് പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പോർഷനും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒന്നിൻ്റെ ടോപ്പിലായിട്ട് വെക്കാൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് അത് തമ്മിലൊരു ജോയിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒരു ലെയർ വെച്ച സാധനമാണ്. അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഗ്യാപ്പുള്ള സ്ഥലത്ത് വേറൊരു പീസ് ടോപ്പിൽ വെക്കുക. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതും അതേപോലെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചാക്ക് വെച്ചിട്ടാണ് എന്താ പറയുക ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം തീർക്കുക, അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു സൈസിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡ് ഇങ്ങനെ മടക്കിയിട്ട്, അതായത് ഈ ഒരു പോർഷനിൽ ഇത് ഇത്ര ട്രാൻസ്പെറൻ്റ് ആണല്ലോ, അപ്പോൾ നമ്മളൊരു ഡബിൾ ലെയർ കൊടുക്കണം. അതായത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ നിഴലടിക്കില്ലേ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. കറക്റ്റ് ഒരു പീസ് ഫുള്ള് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വേണം പിന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യണം, ഇതേപോലത്തെ ക്ലോത്ത് ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ പൊസിഷനൊന്ന് ഉറപ്പാക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട് ഇതാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വെച്ച് നോക്കി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഊരിയത്. നമുക്കിങ്ങനെ എല്ലായിടത്തും ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ പോർഷനിൽ ഇതാക്കിയിട്ട് ഒട്ടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൈഡും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആക്കുമ്പോൾ കുറച്ച് അധികം ഇങ്ങനെ ഉള്ളിലധികം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കോൺ പോലെ മടക്കിയിട്ട് ഈ പോർഷൻ ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടില്ല? അപ്പോൾ ഇങ്ങനൊരു ജോയിൻറ്റ് വരും, പക്ഷെ അതൊരു വൃത്തികേടല്ല. അപ്പോൾ അതങ്ങനെ ഒട്ടിക്കണം. നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പും കൂടെ വെക്കാം. ഇനി ഇവിടെ ഈ പോർഷനിൽ ഈ ക്ലോത്ത് ഇവിടെ വെച്ചിട്ട് തീരെയാണ്. ഇത്രയും പോർഷൻ നമുക്ക് കവർ ചെയ്യാനില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഉള്ള പോർഷൻ നമ്മൾ സാധാ പോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പീസ് എടുത്തിട്ട് അത് നമ്മൾ ഹാഫല്ല ജസ്റ്റ് ഒരു 3/4 മടക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഉള്ള ക്ലിപ്പ് ഊരിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുക. നമ്മൾ ആ എൻഡ് മടക്കി വെക്കും. ഇതൊന്ന് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇവിടെ മടക്കി ഇനി ഈ എൻഡ് ഒന്ന് മടക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഈ എൻഡും നമ്മൾ മടക്കിയിട്ട് ഈ ഫോൾഡും
കഴിഞ്ഞ് ഒരേ ലെവലാക്കിയിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ എല്ലാ സൈഡും ഇതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒട്ടിച്ച് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ക്ലിപ്പ് വെക്കാത്ത ഭാഗങ്ങൾ ഒന്ന് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ജോയിൻ്റ് ഉള്ള ഭാഗത്ത് ഒട്ടിക്കുക, ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിയിരുന്നോളുമല്ലോ. ഈ പുറത്തുള്ളതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തന്നെ എൻഡിൻ്റെ അകത്തേക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ 4 സൈഡും നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്യണം, അത് ആ എൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ജോയിൻ വരുന്ന സ്ഥലത്തും അകത്ത് ഒട്ടിക്കാൻ വേണം. നമുക്ക് അത് ഒട്ടിക്കാൻ ഓക്കെ. നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസ് മേക്ക് ഓവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറേ പുതിയ പാത്രങ്ങളും കുറേ ഓർഗനൈസേഴ്സൊക്കെ വാങ്ങൂലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അധികം ചിലവില്ലാതെ നല്ല ഭംഗിയുള്ള രീതിയിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും എൻ്റെ ക്രാഫ്റ്റ് സപ്ലൈസൊക്കെ ഇരിക്കണോടത്ത് എന്തായാലും ഇങ്ങനത്തെ ഓരോ പെട്ടികളിലൊക്കെയാണ് ഞാൻ ആക്കി വെച്ചേക്കണത്. അപ്പോൾ അതെല്ലാം കുറച്ച് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടോയെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കോണ്ടൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് വീഡിയോ എടുക്കാമല്ലോ. ഇനി വരുന്ന ആഴ്ചകളിൽ ഞാൻ വിചാരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ എങ്ങനെ ആക്കി മാറ്റാമെന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കണം. എനിക്കങ്ങനെ ക്ലിയർ ആയിട്ട് ഐഡിയ ഒന്നുമില്ല, പക്ഷേ എന്തായാലും ഈ ജൂൺ 5-നോടനുബന്ധിച്ച് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. വേറെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.